ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മദീനയിൽ നിന്നും പുണ്യഭൂമിയായ മക്കയിലേക്കാണ്. ഉംറ ചെയ്യണം. അതുമാത്രമല്ല, കഅബ കഴുകുന്ന മെറ്റീരിയൽസിൽ, അതുപോലെ ടൂൾസുകൾ, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ഇതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ പോകുന്നത് മക്കയിലേക്കാണ്. ഈ കാണുന്നത് മദീന ഗേറ്റാണ്. ഹിജറ റോഡിൽ മസ്ജിദ് ഖുബായുടെ വഴിയിലാണ് ഇതുള്ളത്. മക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഗേറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്ന വഴിയായതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്, മദീനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ ഞങ്ങളൊരു വ്യാഴാഴ്ചയാണ് മദീനയിൽ നിന്നും ഉംറ ഉദ്ദേശിച്ചും മറ്റ് ഇബാദത്തൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് ഞങ്ങൾ പുറപ്പെടുന്നത്. ഏകദേശം 4 മണിക്കൂർ റണ്ണിങ് ആണ് മക്കയിലേക്ക് എത്താനുള്ളത്. 400 കിലോമീറ്ററിൽ കൂടുതലുണ്ട് മക്കയിലേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇഹ്റാം ചെയ്തു ഞങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. തിരിച്ച് അവിടുന്ന് സുബഹി നിസ്കരിച്ച് ഉംറയും സുബഹി നിസ്കാരവും കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെടും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പുറപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വീഡിയോയിൽ നമുക്ക് കഅബ കഴുകാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ ടൂൾസുകൾ, അതിൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതൊക്കെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് കഅബ മസ്ജിദുൽ ഹറമിൽ അതിൻ്റെ അകത്ത് ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതിൻ്റെ മെറ്റീരിയൽസുകൾ എന്തൊക്കെയാണ്, ടൂൾസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സുഗന്ധദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഇതാണ് ഈ കാണുന്ന മസ്ജിദ്. ഞങ്ങളിപ്പോൾ മക്കയിൽ ഹറമിൻ്റെ അകത്താണ്. ഇവിടുന്ന് നമ്മൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സഅയ് ചെയ്യാൻ വേണ്ടി സഫയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ സുഗന്ധദ്രവ്യങ്ങളും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് കില്ലകൾ, കഅബയുടെ കില്ലകളും, എന്തൊക്കെ ടൂൾസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ സുഗന്ധദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് കഅബ കഴുകാൻ വേണ്ടി. അതുമാത്രമല്ല, ഇവിടെ ടെലിവിഷനിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇവിടെ കഴുകാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സംസം വെള്ളത്തിലും അതുപോലെ തന്നെ ഊത് ചേർത്തും ഇവിടെ കഅബ കഴുകാറുണ്ട്. അങ്ങനെ പല സമയത്തും പല രീതിയിലൊക്കെയാണ് ഇവിടെ കഴുകുന്നത്. അപ്പോൾ ആ ഒരു ടൂൾസുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഹജറുൽ അസ്വദ്, ഹിജർ ഇസ്മായിൽ, അതുപോലെ തന്നെ ടെലിവിഷനിൽ ഇതുപോലെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കഅബ കഴുകാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒക്കെ നമുക്ക് വിശദീകരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു എക്സിബിഷൻ മോഡലായിട്ട് നമുക്ക് മസ്ജിദ് ഹറമിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയത്. അതുപോലെ തന്നെ പഴയ കാലത്ത് ഉള്ള ഒരുപാട് കില്ലകളുടെയും, കഅബയുടെ കില്ലകളുടെയും, അതുപോലെ മസ്ജിദ് നബവിയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെയും എല്ലാ ഫോട്ടോസുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ. അപ്പോൾ സമയപരിമിതി കൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും മക്കയിൽ പോവുകയാണെങ്കിൽ അത് സന്ദർശിക്കണം. അതുപോലെ തന്നെ സഫ മർവയുടെ സഅയ് ചെയ്യുന്ന മറവയുടെ ഇടയിലുള്ള നടത്തത്തിനുള്ള വാഹനങ്ങളാണ്. നടക്കാൻ കഴിയാത്തവർക്ക് ഇങ്ങനെ വാഹനം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതുപോലെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉംറയൊക്കെ ചെയ്ത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയാണ്. സുബഹിൻ്റെ ഏകദേശം സമയം ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് സുബഹി നിസ്കരിക്കാൻ കഅബയിൽ എത്തണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഏകദേശം സൗദി അറേബ്യയിൽ കൊറോണ ഒക്കെ കുറഞ്ഞതുകൊണ്ട് വളരെ നമുക്ക് തവാഫ് ചെയ്യാനും എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. നമുക്കിനി കുറച്ച് സമയം ചരിത്രങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ കാണുന്നത് ഞങ്ങൾ വീണ്ടും മദീനയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിലുമായിട്ട് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ മലകളും ഒരുപാട് പർവ്വതങ്ങളും നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് തന്നെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മദീനയിൽ ജനവാസമുണ്ടായിരുന്നെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം 2 സൈഡിലായിട്ട് ഇതുപോലെ വലിയ വലിയ മലകൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരുപാട്
ദൂരെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുമ്പോൾ അവിടെ യാത്ര ചെയ്തവർക്ക് അറിയാം ഈ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ മലകൾ. അപ്പം ഇവിടെ റോഡൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എങ്ങനെയാണ് ഇവിടെ നമ്മൾ യാത്ര ചെയ്താൽ അറിയാം, പാറകൾ തുരന്നും വെട്ടിപ്പൊളിച്ചും ഒക്കെയാണ് ഇവിടെ റോഡ് സ്ഥാപിച്ചിട്ടുള്ളത്. പല ഇടങ്ങളിൽ നമുക്ക് ഒരുപാട് ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു ഇവിടുത്തെ യാത്ര, നമുക്ക് ഇവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അന്ന് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഒട്ടകങ്ങളും അതുപോലെ കുതിരകളുമായിരുന്നു വാഹനങ്ങൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ പ്രയാസകരമായ ഒരു ജനജീവിതം തന്നെയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളൊക്കെ നയിച്ചിട്ടുള്ളത്. അത് ഈ വഴിയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ചിലർ മദീനയിലെ ജുർഫ് താഴ്വരയിൽ താമസിച്ചിരുന്നുവെന്നും അവർ റബ്ബിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവരെ നശിപ്പിച്ചുവെന്നും ചരിത്രം പറയുകയാണ്. ഏതൊരാളും കാണാൻ കൊതിക്കുന്ന ഒരു ഇടമാണ് മദീന. ലോകത്തിൻ്റെ നായകൻ അന്തിയുറങ്ങുന്ന മനോഹരമായ മദീന കാണാൻ കൊതിക്കാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ല. അത്രക്കും കണ്ണിന് കുളിർമയേകുന്ന ഒന്നാണ് മദീനയും പരിസര പ്രദേശങ്ങളും. ഞാൻ ഒരുപാട് വീഡിയോകളിൽ മദീനയിലെ ചില പ്രദേശങ്ങളൊക്കെ കാണിക്കുകയുണ്ടായി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രദേശം കൂടിയാണ് മദീന. അതുമാത്രമല്ല, ലോകത്തിൻ്റെ നായകൻ അന്തിയിറങ്ങുന്ന ഒരു മനോഹരമായ സ്ഥലവും കൂടിയാണ് മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉമ്മയുടെ കൂടെ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ മദീനയിലേക്ക് വരികയുണ്ടായി. ഉമ്മയുടെ കുടുംബക്കാരെ കാണാൻ വേണ്ടി മദീനയിലേക്ക് പോകുമ്പോൾ മദീനയിലുണ്ടായിരുന്ന യഹൂദി പുരോഹിതർ 6 വയസ്സുള്ള കുട്ടിയുടെ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇത് വാഗ്ദത്ത പ്രവാചകനാണെന്ന്. എന്ന് നമുക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ മദീനയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ ബദറിൽ നിന്ന് ഇന്ന് യാമ്പുവിലേക്ക് ഉള്ള യാത്രാമധ്യേ നമുക്ക് കാണാൻ കഴിയുന്ന അബവാഹ് എന്ന പരിസരത്ത് വെച്ചാണ് ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്, ഈ ലോകത്തോട് വിട പറയുന്നത്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിയത് അദ്ദേഹം ആദ്യമായി കണ്ട ക്രിസ്ത്യൻ പുരോഹിതന്മാർ അവർ പറഞ്ഞു കൊടുത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു. കറുത്ത കല്ലിനാൽ ചുറ്റപ്പെട്ട പാറകളുള്ള സ്ഥലവും അതുപോലെ തന്നെ ഈത്തപ്പനകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മദീന. അങ്ങനെയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുന്നത്. ആ ഒരു പ്രദേശത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ വേണ്ടിയും അങ്ങനെയാണ് ഈ മദീനയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ മദീനയെ സംബന്ധിച്ച് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ മക്കയിൽ നിന്ന് സ്വപ്നം കാണിച്ചതും ഈ ഒരു രീതിയിലാണ്. കറുത്ത കല്ലിനാൽ ചുറ്റപ്പെട്ട പാറകളും അതുപോലെ തന്നെ ഈത്തപ്പനകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മദീന. എന്തായിരുന്നാലും മക്കയും മദീനയും നമുക്ക് വീണ്ടും വീണ്ടും സന്ദർശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് സന്ദർശിക്കുവാനും ദുആ ചെയ്യാനും എല്ലാവർക്കും ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ദുആകളിൽ ഈ എളിയവനെയും നിങ്ങൾ ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക്, ഷെയർ എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു